ചേട്ടനോട് അവനൊന്നും പറഞ്ഞില്ലേ? നമുക്കൊന്ന് വിളിക്കായിരുന്നു അവനെ. 2 ദിവസമായിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. വീട്ടിലുമില്ല. കുഴപ്പമാക്കോ നല്ലേട്ടാ? ഏയ്, എന്തായിരിക്കും പറയാൻ പോകുന്നത്? അവൻ്റെ ഒരു മനസ്സോറക്കല് എന്തായിരിക്കോ പറയാൻ പോകുന്നത്? നല്ലേട്ടാ അവനെ ഒന്ന് വരട്ടി വിടായിരുന്നു കേട്ടോ. അതിനവൻ പിടി തരണ്ടേ? അവൻ വീണ്ടും ഇടകേറുണ്ടാക്കണ ലക്ഷണം ഉണ്ടാ. നമ്മളെ അവൻ വല്ലതും പറഞ്ഞാല് വിടരുത് സുലൈമാനെ. പിന്നല്ലാതെ പറഞ്ഞാ പിന്നെ അർത്ഥോണം. നിങ്ങളോടൊന്നും പറഞ്ഞില്ലടാ അവൻ? ഇല്ലെന്നേ, വീട്ടുകാർക്ക് പോലും അറിയാൻ പോലെ അവിടെ പോയിന്ന്. എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും കേൾക്കണം. ഞാൻ അറിയാത്ത കാര്യത്തിനാ എല്ലാവരും ചേർന്ന് എന്നെ ദ്രോഹിക്കുന്നത്. എൻ്റെ പെങ്ങളുടെ കല്യാണം മുടക്കി ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരിപ്പം മിണ്ടാതായി, വീട്ടിൽ കയറ്റാതായി. എല്ലാരും ചേർന്ന് എന്നെ ഭീകരനാക്കി. എനിക്കങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ എനിക്ക് എല്ലാരും പേടിയാ. എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റണില്ല. എനിക്കും പഴയ പോലെ ജീവിക്കണം. അതുകൊണ്ട് ആ സത്യം നിങ്ങൾ അറിയണം. ഞാനന്ന് പള്ളി കയറിയത് ബോംബ് വയ്ക്കാനല്ല. എനിക്ക് അമ്പലം പോലെ തന്നെയാണ് പള്ളിയും. അന്ന് ഞാൻ പള്ളിയിൽ കയറിയത്. നിർത്ത്. വാവ പറയുന്നത് കള്ളാണ്. ഇവൻ ആർക്കോ വേണ്ടി നുണ പറയാ. എനിക്കറിയാം, ഗ്രാമങ്ങളിലെ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മുടെ പാർട്ടിയുടെ ഏതോ ഘടകം ഏൽപ്പിച്ച ജോലിയായിരുന്നു അത്. എന്നിട്ടിപ്പോ നുണ പറയുന്നത് എന്തിനാ? വാവ കള്ളക്കളി കളിക്കുക അല്ല. നിന്റെ ഈ വാക്കുകൾ ഞങ്ങളും വിശ്വസിക്കില്ല. ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇത് നമ്മളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം. ഇല്ല, ഇവര് പറയണ വിശ്വസിക്കരുത്. ഈ കള്ളന്മാര് നമ്മളെ പറ്റിക്കുക. മതത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെയൊക്കെ തമ്മിലടുപ്പിച്ച് കൊല്ലണോ? കൊല്ല്.
ഒട്ടകങ്ങൾ വരി 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 ഇതിനെ കാണിച്ചു വേണ്ട 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 ജയിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ പൊളിക്കണം. നിങ്ങൾ ഈ നാട്ടിൽ കണ്ടുപോയത് പോണോ